ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു ചൂട് സമയത്തും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 2 ക്യാരറ്റാണ് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും എത്രയാണോ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കേണ്ടത് അതിനനുസരിച്ചുള്ള ക്യാരറ്റും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു 2 ക്യാരറ്റിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുക്കുന്നത്. ഈ ഒരു 2 ക്യാരറ്റും ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിരുന്ന ചവ്വരിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിലുള്ള ചവ്വരി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു. ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ ഞാനിപ്പോൾ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചവ്വരി 1 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇത് ഒരുപാട് നേരിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 1/2 കപ്പ് അളവിലുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിനി ക്യാരറ്റ് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സഡ് ജാറിലേക്ക് ഞാനിപ്പോൾ ഇവിടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുഴുവൻ ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര 1/2 കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ 2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്താലേ ഇത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് വേറെ, ആ ഒരു തരി വേറെ ആയിട്ട് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അതിനായിട്ട് ഒന്നുകിൽ കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സ്പാച്ച് വെച്ചിട്ടോ നല്ല പോലെ ഇതൊന്ന് പിഴിഞ്ഞിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് അളവിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വേവിക്കാനായിട്ട് വെച്ചിരുന്ന ആ ഒരു ചവ്വരി വെന്തോന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു ചവ്വരിയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ നല്ല കട്ടിയായിട്ടുള്ള ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ലിറ്റർ പാലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനായിട്ടും നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ വെന്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വന്നാൽ മതി. പിന്നീടിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിച്ച് പോവും. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരണം. അതുവരേക്കും വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റിൻ്റെ വെള്ളത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ക്യാരറ്റിൻ്റെ വെള്ളത്തിൽ നേരത്തെ ഐസ് വെള്ളം ഒഴിച്ചു കൊടുത്തത് പോരാഞ്ഞിട്ട് ഒരു കട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഐസ് കട്ട. അപ്പോൾ അത് ഐസ് വെള്ളവും ഐസ് കട്ടയൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നല്ല പോലെ ചൂടാറിയതിന് ശേഷം ഞാനിപ്പോൾ ഈ ഒരു ക്യാരറ്റിൻ്റെ വെള്ളത്തിലേക്ക് ഈ ഒരു പാലിൻ്റെയും ചവ്വരിയുടെയും മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ക്യാരറ്റിൻ്റെ ഡ്രിങ്ക് റെഡിയായി കിട്ടി. ഈ ഒരു ചൂട് സമയത്തും നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.